ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്യാബേജ് റൈസ് ആൻഡ് പ്രോൺസ് മസാല. ക്യാബേജ് റൈസ് ആയതുകൊണ്ട് തന്നെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്യാബേജ്, പിന്നെ അനിയൻസ്, ടൊമാറ്റോ, നാരങ്ങ, കുറച്ച് സ്പൈസസ്, കുറച്ച് സോസ്. ഇത്രയാണ് നമ്മുടെ റൈസിന് വേണ്ട ഐറ്റംസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ അരി കഴുകി നല്ല നെയ്യിൽ മൂപ്പിച്ചെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു സോസ് പാനിലേക്ക് ആവശ്യത്തിന് വെള്ളം, ഉപ്പ്, നെയ്യ് എല്ലാം കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി വറുത്ത് വെച്ചേക്കുന്ന അരിയും കൂടി ഇട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. ഇത് നമ്മൾ കുക്കറിൽ വെക്കാണ്ട് എങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കതാകുമ്പോൾ കൂടുതൽ ഒട്ടിപ്പിടിക്കുകയില്ല. കറക്റ്റ് വേവാകുമ്പോൾ നമുക്ക് അറിഞ്ഞ് മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് റൈസിൻ്റെ റൈസ് ഇവിടെ റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് മസാല അതിലേക്ക് വേണ്ടുന്നത് സെറ്റാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ പാനിലേക്ക് ഇത്തിരി നെയ്യും എണ്ണയും കൂടി ഇട്ടിട്ട് ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. സാധാരണ ആൾക്കാർ ഉള്ളി പെട്ടെന്ന് വരലാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറയും. ഇതിപ്പോൾ ഓൾറെഡി ഉള്ളിയൊക്കെ വരണ്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പ് ആഡ് ചെയ്തത്. ഉപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മുടെ തക്കാളിയും കൂടി ഇട്ട് പിന്നെയും സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ വരട്ടുന്ന പ്രോസസ്സ് തന്നെയാണ് കൂടുതലും കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ വരണ്ട് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട പേസ്റ്റ് ഉണ്ടാക്കാം. ആ പേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ബേസിക് മസാലാസ്, അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതാണ് നമ്മൾ ഇതിൻ്റെ ആകപ്പാട് ആഡ് ചെയ്യുന്ന പൊടികൾ എന്ന് പറയും. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടുന്നത് മൊത്തം സോസാണ്. അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ഇടും. പിന്നെ ചില്ലി ടൊമാറ്റോ പേസ്റ്റ് കിട്ടും, അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി സോയ സോസും. ഇത് ഇത്രയും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ പേസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇതിലേക്ക് നമുക്ക് ഇത്തിരി നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ഇത് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ക്യാബേജ് റൈസിൻ്റെ മിക്സ്ചർ എന്തായെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി മസാലയൊക്കെ ഇട്ട് മൂപ്പിച്ച് വെച്ചേക്കുന്നതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന പേസ്റ്റും കൂടി ഇട്ട് നല്ല രീതിയിൽ സോട്ട് ചെയ്യണം. എന്നിട്ട് അത് നല്ല രീതിയിൽ വരണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചിരുന്ന ക്യാബേജ് റൈസിലെ ഏറ്റവും ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ ക്യാബേജും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇടാൻ ബാക്കിയുള്ള രണ്ട് പൊടിയാണ്. ഒന്ന് പെപ്പർ പൗഡറും ഒന്ന് ഗരം മസാലയും. അത് നമ്മൾ ഏറ്റവും ലാസ്റ്റേ ആഡ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഇതിപ്പോൾ നല്ല രീതിയിൽ ഒന്ന് മിക്സായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇത്തിരി പെപ്പർ പൗഡറും ഗരം മസാലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കും. പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ എഗ്ഗ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എഗ്ഗ് ആഡ് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ എഗ്ഗ് ആഡ് ചെയ്യുന്നില്ല. ഇതിലേക്ക് നമുക്ക് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസും കൂടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. ആക്ച്വലി ഞാൻ ഈ വീഡിയോ തുടങ്ങിയത് ക്യാബേജ് റൈസ് ആൻഡ് പ്രോൺസ് മസാല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാനിതിൽ ക്യാബേജ് റൈസിൻ്റെ വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. പ്രോൺസിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഞാൻ കുറേ ആലോചിച്ചു, ഇനി ഒന്നും കൂടി പ്രോൺസ് മസാലയുടെ വീഡിയോ എടുത്തിട്ട് ഇത് പോസ്റ്റ് ചെയ്താൽ മതിയോ എന്നൊക്കെ. പിന്നെ മടി കാരണം അത് ചെയ്തില്ല. അങ്ങനെ പ്രോൺസ് മസാലയുടെ റെസിപ്പി കാണിക്കാത്ത ഒരു ക്യാബേജ് റൈസ് ആൻഡ് പ്രോൺസ് മസാല വീഡിയോ.